അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എ4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 9ാം ക്ലാസ്സിലെ അറബി സെക്കൻഡ് ടൈം പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോ ടീച്ചർ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്റഇൽ ഫിഖ്റത്തുൽ ആതിയ വഅജിബ് അനിൽ അസ്ഇല. ഇഖ്റ, നീ വായിക്ക്, അൽ ഫിഖ്റത്തുൽ ആതിയ, താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് വായിക്കൂ, എന്നിട്ട് അവിടെ വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് കേട്ടോ. വഅജിബ്, നീ ഉത്തരം എഴുത്, അനിൽ അസ്ഇല, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അവിടെ കൊടുത്ത പാരഗ്രാഫ് നോക്കൂ. അസ്സിഹത്തു നിഅമത്തുൻ അലീമ, ആരോഗ്യം എന്ന് പറയുന്നത് ഒരു മഹത്തായിട്ടുള്ള അനുഗ്രഹമാകുന്നു. മുഹാഫലത്തു സിഹ, ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് വാജിബത്തുൻ അലൽ ജമീഅ, എല്ലാ ആളുകളുടെ മേലും നിർബന്ധമാണ്. തനാവുൽ ഗിദാഇ സ്സഹി ഉൻസുറുൻ അസാസിയ്യൻ ഫി മുഹാഫലത്തി സിഹ. തനാവുൽ ഗിദാഇ സ്സഹി, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഉൻസുറുൽ അസാസിയ്യൻ, അടിസ്ഥാനപരമായിട്ടുള്ള ഘടകമാണ് ഫി മുഹാഫലത്തി സിഹ, ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ. അമ്മാഫി അസ്രിന ഹാദ, എന്നാൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ മുഅ്ലമുന്നാസി, ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും യഷ്കൂന മിനൽ ബിത്തോന, പൊള്ളത്തടി കാരണത്താൽ പ്രയാസപ്പെടുന്നവരാണ്, പരാതി പറയുന്നവരാണ് എന്നാണ്. ബിസബബി കസ്റത്തിൽ അത്ഇമ, അതായത് ഭക്ഷണങ്ങളുടെ ആധിക്യം കാരണത്താലും, വ ഇസ്റാഫി ഫി തനാവുലിഹ, അത് കഴിക്കുന്നതിലുള്ള ധൂർത്ത് കാരണത്താലും, ഖില്ലത്തു അൻഷിദത്തു റിയാല, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള എക്സസൈസുകളുടെ കുറവ് കാരണത്താലും, തനാവുൽ വജബാത്തി സിരിഅ, ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നത് കാരണത്താലും, തുസബ്ബിബാലി, അവ രണ്ടും തന്നെ കാരണമായി തീരുന്നുണ്ട്. ലിമുഷ്കിലാത്തിൽ കസീറ ഫിൽ ഹയാത്തി, നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾക്ക് ഇവ കാരണമായി തീരുന്നുണ്ട്. അൽ മുദാവമത്തു അലൽ അൻഷിദത്തു റിയാലിയ അൽ കാഫിയ ലാസിമത്തുൽ ഹയാത്തി സഈദ, അതുകൊണ്ട് തന്നെ അൽ മുദാവമത്തു, പതിവാക്കി ചെയ്യൽ, അലൽ അൻഷിദത്തു റിയാലിയ, കായിക എക്സസൈസുകൾ പതിവാക്കുക എന്നുള്ളത്, അൽ കാഫിയറ്റി, മതിയായ രൂപത്തിലുള്ള കായിക എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളത്, ലാസിമത്തുൽ, അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്, ലിൽ ഹയാത്തി സഈദ, സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് എന്നാണ്. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന്. ഒന്നാമത്തെ ചോദ്യം, മാ ഹുവൽ ഉൻസുറുൽ അസാസി ഫിൽ മുഹാഫദത്തി അല സിഹ, ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം ഏതാണ് എന്നാണ്. മാഹുവ, ഏതാണ് എന്നാണ് കേട്ടോ. ഏതാണ് അവിടെ പറയുന്നുണ്ടല്ലോ. തനാവുലുൽ ഗിദാഇ സ്സഹി ഉൻസുറുൽ അസാസിയൻ ഫി മുഹാഫലത്തി സിഹ, അതായത് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ബിമ യഷ്കുന്നാസു മിനൽ ബിത്തോനത്തി ഹാലിയൻ, ഇപ്പോൾ ആളുകൾ എന്തുകൊണ്ടാണ് പൊണ്ണത്തടിയെക്കുറിച്ച് പരാതി പറയുന്നത് എന്നാണ്. എന്ത് കാരണത്താലാണ് അവിടെ പറഞ്ഞു. ബിസബബി കസ്റത്തിൽ അത്ഇമ വൽ ഇസ്റാഫ് ഫി തനാവുലിഹ, ഭക്ഷണങ്ങളുടെ ധാരാളിത്തം അല്ലെ അതിൻ്റെ ആധിക്യം കാരണത്താൽ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിലുള്ള ധൂർത്ത് കാരണത്താൽ എന്നാണ് കേട്ടോ. മൂന്നാമത്തെ നോക്കൂ. മാഹിയൽ ആദാത്തുല്ലത്തി തുസബ്ബിബു ലിമുഷ്കിലാത്തിൽ കസീറ ഫിൽ ഹയാത്തി, നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നതായ ശീലങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. അവിടെ കൊടുത്തിട്ടുണ്ട്. ഖില്ലത്തുൽ അൻഷിദത്തു റിയാല വ തനാവുലുൽ വജബാത്തി സിരിഅ, അല്ലേ, എന്താണ്, ശാരീരികമായിട്ടുള്ള എക്സസൈസുകളുടെ കുറവും, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കുന്നതും, തുസബ്ബിബാനിൽ മുഷ്കിലാത്തിൻ കസീറ ഫിൽ ഹയാത്തി, അവ രണ്ടുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നത്. നാലാമത്തെ ചോദ്യം നോക്കൂ. ഹലിൽ അൻഷിദത്തു റിയാലിയ ലാസിമത്തുൽ ഹയാത്തി സഈദ, ശാരീരികമായിട്ടുള്ള എക്സസൈസുകൾ നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിന് അനിവാര്യമാണോ എന്നാണ്. എന്തായിരിക്കും ഉത്തരം. നാം, അല്ലെ, അതേ എന്നാണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ഉദ്കുർ ബാദൽ ആദാത്തി സിഹിയ, ചില ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ പറയുവാനാണ്. എന്തൊക്കെ പറയാൻ പറ്റും നമുക്ക്. തനാവുലുൽ ഗിദാഉ സ്സഹി എന്ന് പറയാം, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ അൽ മുദാവമത്തു അലൽ അൻഷിദത്തി റിയാലിയ, അല്ലെ, ശാരീരികമായിട്ടുള്ള എക്സസൈസുകളൊക്കെ പതിവായി ചെയ്യുക.
ഇതെല്ലാം എന്താണ് നല്ല ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളായിട്ട് നമുക്ക് പറയാം. പിന്നെന്ത് പറയാം, തനാവുൽ ഖലറവാത്ത് വൽ ഫവാക്കിഹ് അല്ലെ, പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. അപ്പോൾ അതുപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് അതിന് ഉത്തരമായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അസ്വിഹത്തു നിയാമത്തുൻ കബീറ, ആരോഗ്യം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. സ്വഹി അം അഹത്ത് എന്നാണ്. ഈ ഒരു സെൻറ്റൻസ് ശരിയാണോ അതോ തെറ്റാണോ എന്നാണ് കേട്ടോ. എന്താണിത്? സ്വഹീഹാണ് അല്ലേ, ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. ആരോഗ്യം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം തന്നെയാകുന്നു. ഇനി ഇതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. അജിബ് ഇസ്നൈനി ഫഖത്ത്, അതായത് രണ്ടെണ്ണത്തിന് മാത്രം ഉത്തരം നൽകിയാൽ മതി എന്നാണ് കേട്ടോ. അജിബ് ഉത്തരം എഴുതണം, ഇസ്നൈനി ഫഖത്ത് രണ്ടെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്നാണ്. നോക്കൂ. കെമ്മിൽ ജുംല ബിളമീരിൻ മുനാസിബിൻ, താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകളെ കെമ്മിൽ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി എന്നാണ്. ഈ പൂർത്തിയാക്കണം ബിളമീരിൽ മുനാസിബിൽ, യോജിച്ച ലൊമീറുകൾ വെച്ച് കൊടുത്തുകൊണ്ട് ആ ഒരു സെൻറ്റൻസുകളെ പൂർത്തിയാക്കാനാണ്. നമ്മുടെ 4ാമത്തെ യൂണിറ്റിൽ നമ്മൾ ലൊമീറുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഹ്രി നുഫല്ലിലുൽ ഖിറാഅ മാ ലാ തുഫല്ലിൽ അല്ലേ, അവിടെ ഒരു ചോദ്യം പോലെയാണ് കൊടുത്തിട്ടുള്ളത്. നെഹ്രി നുഫല്ലിലുൽ ഖിറാഅ, ഞങ്ങൾ വായനയെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. നെഹ്രി നുഫല്ലിലുൽ ഖിറാഅ, ഞങ്ങൾ വായന ഇഷ്ടപ്പെടുന്നു. മാ ലാ തുഫല്ലിൽ, നീ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും നെഹ്നു നുഫല്ലിലു അല്ലെ, നെഹ്നു നുഫല്ലിലു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഉത്തരത്തിൽ നോക്കൂ. ഡാഷ് ഉഫല്ലിലു സിബാഹ, ഞാൻ നീന്തലാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഞങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നെഹ്നു എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ എന്നാകുന്ന സമയത്ത് ഏത് ലൊമീറായിരിക്കും അവിടെ വരുന്നത്? അന കേട്ടോ. അന ഉഫല്ലിലു സിബാഹ എന്നായിരിക്കും അവിടെ വരിക. ഇനി അടുത്ത് നോക്കൂ. ഖാലിൽ മുദരിസു ലിത്തുല്ലാബ്, വിദ്യാർത്ഥികളോട് അധ്യാപകൻ പറഞ്ഞു. അന ഒഹിബ് ബിരിയാണി, ഞാൻ ബിരിയാണിയാണ് ഇഷ്ടപ്പെടുന്നത്. മാതാ തുഹിബോൻ, നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്ന് അധ്യാപകൻ ചോദിച്ചു. ഫഅജാബത്തുല്ലാബ്, അപ്പോൾ കുട്ടികൾ ഉത്തരം പറഞ്ഞു, വിദ്യാർത്ഥികൾ ഉത്തരം പറഞ്ഞു. ഡാഷ് നുഹിബ് മന്തി, ഞങ്ങൾ മന്തിയാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഏത് ലൊമീറായിരിക്കും അവിടെ വരുന്നത്? നെഹ്നു നുഹിബു മന്തി എന്നായിരിക്കും കേട്ടോ. നെഹ്നു നുഹിബു മന്തി എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കൂ. ഇഖ്തർ തസ്രീഹൻ മുനാസിബൻ ലിസ്സത്ര താലി, താഴെ കൊടുത്തിട്ടുള്ള വരിയോട് യോജിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതിനോട് യോജിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുവാനാണ്. ശരിക്കും ഒരു ചോദ്യം വേണ്ടത് അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്ന വരികൾ താഴ്ന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചോദ്യം മാറിപ്പോയതായിരിക്കാം. നോക്കൂ. ഹാഫിൽ അല സ്വിഹത്തി ജിസ്മിക വലാത്തി തുറക്കുഹോ മരീവൻ, ഹാഫിൽ അല സ്വിഹത്തി ജിസ്മിക, നീ നിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കണം. വലാത്തി തുറക്കുഹോ മരീല, അതിനെ രോഗിയായിക്കൊണ്ട് ഉപേക്ഷിക്കരുത് എന്നാണ്, രോഗിയായിക്കൊണ്ട് വിട്ടേക്കരുത് എന്നാണ്. ഇനി താഴെ കൊടുത്തിട്ടുള്ള വരികൾ നോക്കൂ. ഇദാ മാ ഖുൽത ലാ ജിസ്മിൽ സലീമിൻ, നീ ആരോഗ്യമുള്ള ശരീരത്തോട് കൂടിയാണ് എങ്കിൽ സതുഅത ഹാക്കദ അഖലൻ സലീമ, സതുഅത നിനക്ക് നൽകപ്പെടും, ഹാക്കദ അപ്രകാരം തന്നെ, അഖലൻ സലീമ നല്ല ആരോഗ്യമുള്ള ബുദ്ധിയും നൽകപ്പെടും എന്നാണ്. ഫറാഖിബ് സിഹത്തൽ ബദനിൽ മുആഫ വലാത്തി തുറക്കുഹോ മുഅത്തല്ലൻ സഖീബ, ഫറാഖിബ് നീ എന്ത് ചെയ്യണം? റാഖിബ് നിരീക്ഷിക്കണം അല്ലേ. സിഹത്തൽ ബദനി അഥവാ സൂക്ഷിക്കണം എന്നാണ് കേട്ടോ. ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സൂക്ഷിക്കണം. അൽ മുആഫ ആരോഗ്യത്തോട് കൂടിയിട്ട് സൗഖ്യത്തോട് കൂടിയിട്ട് എന്നാണ്. വലാത്തി തുറക്കുഹോ നീ അതിനെ വിട്ടേക്കരുത്. മുഅത്തല്ലൻ സഖീബ രോഗിയായിക്കൊണ്ട് അതിനെ വിട്ടേക്കരുത് എന്നാണ്. മുമാറസത്തു റിയാല കുല്ല യൗമിൻ, എല്ലാ ദിവസവും എക്സസൈസുകൾ പരിശീലിക്കുക എന്ന് പറയുന്നത് തുഅദ്ദു ഉഖയ്യ, അതിനെ സഹോദരങ്ങളെ അല്ലെ, എൻ്റെ സഹോദരങ്ങളെ അതിനെ എണ്ണപ്പെടുന്നുണ്ട്. ഇൻജാസൽ അലീമ വലിയൊരു നേട്ടമായിക്കൊണ്ട് അതിനെ എണ്ണപ്പെടുന്നുണ്ട് എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ മുകളിൽ പറഞ്ഞ ഒരു ആശയത്തിനോട് യോജിക്കുന്ന വരി ഇതിലേതാണ് എന്ന്. രണ്ടാമത്തേതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ലാഹിൽ ഹാദിഹിൽ ഹുതാഫാത്തി വഖ്തർ മിൻഹ ഹുതാഫത്തൈനി ലിദ്ദൽ ഹറബി, എന്താണ് ചോദ്യം? താഴെ കൊടുത്തിട്ടുള്ള ഹുതാഫാത്തുകൾ, ഇതായിരുന്നു ഹുതാഫാത്ത് മുദ്രാവാക്യങ്ങൾ അല്ലേ. അവിടെ കൊടുത്തിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് വഖ്തർ മിൻഹ
അതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കണം ഹുതാഫത്തൈനി 2 മുദ്രാവാക്യങ്ങൾ തിരഞ്ഞെടുക്കണം. ദിദ്ദൽ ഹർബി യുദ്ധത്തിനെതിരായിട്ട് വന്നിട്ടുള്ളതായ 2 മുദ്രാവാക്യങ്ങൾ തിരഞ്ഞെടുക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ. അവിടെ കൊടുത്ത മുദ്രാവാക്യങ്ങൾ നോക്കൂ. അത്തൽവീസു യുഹ്ലിക്കുൽ ഹയാത്ത മലിനീകരണം ജീവിതത്തെ നശിപ്പിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ നോക്കൂ. അൽ അദാവത്തോ ശത്രുത എന്ന് പറയുന്നത് തഖ്തുലുസ്സലാമ സമാധാനത്തെ കൊന്നുകളയുന്നു. മൂന്നാമത്തെ നോക്കൂ. അൽ ഹർബു ലൈസത്ത് ഹല്ലൽ യുദ്ധം എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല എന്നാണ്. അരിയാലത്തോ അസാസുന്നജാഹ് അല്ലെ എക്സസൈസുകൾ അതെന്താണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമാണ് എന്നാണ്. അപ്പോൾ ഇതിൽ ഏതാണ് യുദ്ധത്തിനെതിരിൽ വന്നിട്ടുള്ളതായ മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത്? ഇതിൽ അൽ അദാവത്തു തഖ്തുലുസ്സലാമ എന്ന് പറയുന്നതും അൽ ഹർബു ലൈസത്ത് ഹല്ലൽ എന്ന് പറയുന്നതുമാണ് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. അതിൽ അജിം അൻസിത്ത 6 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ് കേട്ടോ. ഓരോന്നിനും 3 മാർക്ക് വീതമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ലോ മിൻ ഫലിലിക്ക ഔ മുംകിൻ ഫിൽ ഫറ അതായത് മിൻ ഫലിലിക്ക എന്ന് പറയുന്ന പദത്തിനെയോ അല്ലെങ്കിൽ മുംകിൻ എന്ന് പറയുന്ന പദത്തിനെയോ വെച്ച് കൊടുക്കുവാനാണ്. ഫിൽ ഫറായി വിട്ട ഭാഗത്ത് ബ്ലാങ്കായി കിടക്കുന്ന ഭാഗത്ത് എന്നാണ്. അപ്പോൾ അവിടെ കൊടുത്ത സെൻറ്റൻസിൽ മിൻ ഫലിലിക്കോ എന്നോ അല്ലെങ്കിൽ മുംകിൻ എന്നോ വെച്ച് കൊടുക്കുവാനാണ് കേട്ടോ. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. ഡാഷ് ആൻഡ് തുസാഇദനി ലി തഅബിയത്തി ആദിഹിൽ ഇസ്തിമാറായ അസീസി അല്ലയോ കൂട്ടുകാരാ ഈ ഫോം ഒന്ന് ഫിൽ ചെയ്യുവാൻ എന്നെ സഹായിക്കാമോ എന്നാണ് ചോദിക്കേണ്ടത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ഏതായിരിക്കും ഉപയോഗിക്കേണ്ടത്? മുംകിൻ എന്നാണ് കേട്ടോ. മുംകിൻ അൻ തുസാഇദനി. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു അന്ന് കാണുകയാണ് എങ്കിൽ അവിടെ പിന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും മുംകിൻ എന്നായിരിക്കും വരുന്നത് എന്ന്. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ നോക്കൂ. ഡേഷ് ഉരീദ് കൂപം മിനഷായ ബിൽ ഹലീബ് ബിദുവിന് സുക്കർ അല്ലേ. ഞാൻ ഒരു കപ്പ് ചായ പാലൊഴിച്ചിട്ടുള്ള ഒരു കപ്പ് ചായ ഉദ്ദേശിക്കുന്നുണ്ട്. ബിദൂന ഷുഗർ അതായത് ഷുഗർ ഇല്ലാത്തത് എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഏതായിരിക്കും വരുന്നത്? മിൻ ഫലിലേക്ക് ഏതാണ്? പ്ലീസ് അല്ലേ. ദയവായി എനിക്കൊരു കപ്പ് പഞ്ചസാര ഇടാത്ത പാലൊഴിച്ചിട്ടുള്ള ചായ തരൂ എന്നാണ് കേട്ടോ. ഇനി അതിൽ മൂന്നാമത്തെ നോക്കൂ. ഡേഷൻ തർഫ സൗത്ത് കയ്യ അഹി നിൻ്റെ ശബ്ദം ഒന്ന് ഉയർത്തുവാൻ എന്താണ്? മുംകിൻ എന്നാണ്. മുംകിൻ അൻ തർഫ സൗത്ത് കയ്യ അഹി സഹോദര നിങ്ങളുടെ ശബ്ദം ഒന്ന് ഉയർത്താൻ സാധിക്കുമോ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ അന്ന് വന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഉറപ്പിച്ചെഴുതാൻ പറ്റും മുംകിനാണ് എന്ന്. മനസ്സിലായല്ലോ അത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. സിൽ ബൈനിൽ കൗലി വൽ ഖായിൽ അതായത് അവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു വാക്കുകൾ പറഞ്ഞിട്ടുള്ള വ്യക്തികളും കൊടുത്തിട്ടുണ്ട്, അതുപോലെ അവർ പറഞ്ഞ ചില വാക്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. മനസ്സിലായോ? അതായത് ചില ആളുകൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതാരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നിങ്ങളവിടെ ഒരു മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ മുറാസിലാണ്. മുറാസിൽ റിപ്പോർട്ടറാണ് അല്ലേ, ചാനൽ റിപ്പോർട്ടർ. അതുപോലെ തന്നെ അൽജദ്ദ ആ ഒരു ഗ്രാൻഡ് മദർ. പിന്നെ അൽജുന്തി ആ ഒരു സൈനികൻ. അപ്പം നമ്മൾ അവസാനം പഠിച്ചിട്ടുള്ള ഒരു പാഠഭാഗം ഉണ്ടായിരുന്നല്ലോ, സലാമത്ത് ഷജർ എന്ന് പറയുന്ന പാഠഭാഗം. അതിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യമാണിത് കേട്ടോ. അൽ മുറാസിൽ പറയുന്ന ആ ഒരു ഡയലോഗ് അതിൽ ഏതാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കൂ. അഹ്ലയ്യ ബത്തുൽ യസുറുന ഖുദൂമുഖ് അല്ലേ. എന്താണ് ഞങ്ങളുടെ ഹീറോ അല്ലെ ഞങ്ങളുടെ നായകൻ താങ്കൾ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത്. അൽജദ്ദ ആ ഒരു ഗ്രാൻഡ് മദർ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? ജുന്തിയുടെ ഉമ്മയായിട്ട് വരുന്ന ഒരു വല്യമ്മ ഉണ്ടായിരുന്നല്ലോ, അവരെന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അനക്കാലിക്കത്തുൻ അല അബിന ഇന വവത്തുനിന അല്ലേ. ഞാനെന്താണ് നമ്മുടെ നാടിനെ കുറിച്ചോർത്തും അതുപോലെ നമ്മുടെ നാട്ടിലെ മക്കളെ കുറിച്ചോർത്തുമൊക്കെ എന്താണ് അസ്വസ്ഥയാണ് എന്നാണ് അല്ലേ. അജുന്തി സൈനികൻ എന്താണ് പറയുന്നത്? അന ഐലൻ മസ്റൂറം ബിലിഖാഇക്കും നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ ഞാനും സന്തോഷവാനാണ് എന്നാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ആ രൂപത്തിലാണ് അത് നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുക, അവിടെ സെൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്, സ്റ്റിൽ എന്നാണ് മാച്ച് ചെയ്യാനുള്ള അതിന് പറയുന്നത് കേട്ടോ. സ്റ്റിൽ എന്നായിരിക്കും. 12ാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കൂ. അഇദ്ദ കശ്ഫലിൽ അൽആബി വറിയാലിയാത്ത് അതായത് നീ കണ്ടെത്തി തയ്യാറാക്കുവാനാണ് ചില ഗെയിംസുകളും അതുപോലെ തന്നെ സ്പോർട്സ് ഐറ്റംസുകളും കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അൽആബ് എന്ന് പറഞ്ഞ ഗെയിംസാണ്, റിയാലിയാത്ത് എന്ന് പറഞ്ഞ സ്പോർട്സും. മനസ്സിലായല്ലോ. അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് നോക്കൂ. ഗെയിംസിന് ഉദാഹരണമായി കൊടുത്തിട്ടുള്ളത് കുറത്തിൽ ഖദം അല്ലെ, എന്താണ് ഫുട്ബോളാണ്. അതുപോലെ തന്നെ വേറെ നമുക്ക് എന്തവിടെ എഴുതാൻ പറ്റും? കുറത്തിൽ ഖദം ഫുട്ബോൾ, അതുപോലെ കുറത്തു സെല്ല അല്ലെ ബാസ്കറ്റ് ബോൾ, അതുപോലെ തന്നെ
രണ്ടെണ്ണം നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കുറത്ത് സെല്ല എന്ന് എഴുതാം അല്ലേ, ബാസ്ക്കറ്റ് ബോൾ എന്ന് എഴുതാം, അതുപോലെ തന്നെ ക്രിക്കറ്റ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഗെയിംസുകളാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഇനി അൽ കഫസു ബിൽ അസോ ഒരു സ്പോർട്സ് ഐറ്റം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള രണ്ടെണ്ണം കൂടെ നിങ്ങൾ എഴുതണം. അപ്പോൾ എന്തെഴുതാൻ പറ്റും? സ്വിബാഹത്ത് എഴുതാം അല്ലെ, സ്വിമ്മിങ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ സ്വിബാഖ് 100 മീറ്റർ അല്ലെ, 100 മീറ്റർ ഓട്ടം എന്നോ അല്ലെങ്കിൽ 50 മീറ്റർ ഓട്ടം, അങ്ങനെയുള്ള ഗെയിംസുകൾ നിങ്ങൾക്ക് അവിടെ എഴുതാം. നമ്മളൊരു പാഠഭാഗത്തിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ഇഖ്തറിൽ മൻഊത്തൽ മുനാസിബു മിനൽ മുറബായി, അതായത് അവിടെ കൊടുത്തിട്ടുള്ള ബോക്സിൽ നിന്നും യോജിച്ച മൻഊത്തിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുവാനാണ്. അപ്പോൾ എന്താണ് നാത്ത്, അതുപോലെ എന്താണ് മൻഊത്ത് എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഒരു പദത്തിൻ്റെ വിശേഷണത്തെയാണ് നമ്മൾ നാത്ത് എന്ന് പറയുന്നത്. ഏത് പദത്തെയാണ് വിശേഷിപ്പിക്കുന്നത്, ആ വിശേഷിപ്പിക്കപ്പെടുന്ന പദത്തിനാണ് മൻഊത്ത് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത്. ഹിയ ഡേഷ് മാഹിറത്തുൻ, അവൾ ഒരു പ്രഗത്ഭയായിട്ടുള്ള ഡാഷ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആരാണ് എന്നാണ് എഴുതേണ്ടത്. അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഓപ്ഷൻസ് നോക്കൂ. വാസ്യോൻ എന്നാണ്, വിശാലമായത്. തൊബീബത്തുൻ, ഡോക്ടർ. വലതുൻ, കുട്ടി. ഏതായിരിക്കും അവിടെ യോജിച്ച് വരുന്നത്? ഹിയ തൊബീബത്തുൻ മാഹിറത്തുൻ എന്നായിരിക്കും. ഇനി നോക്കൂ. റാഷിദ് ഡേഷ് സോലിഹുൻ, റാഷിദ് നല്ലൊരു കുട്ടിയാണ് എന്നാണ് പറയേണ്ടത് അല്ലേ. റാഷിദുൻ വലതുൻ സോലിഹുൻ എന്നാണ് പറയാം. ഹാദ മൈതാനുൻ, ഇതൊരു ഗ്രൗണ്ടാണ്, കളിസ്ഥലമാണ്. വാസ്യോൻ, വിശാലമായിട്ടുള്ള കളിസ്ഥലമാണ്. ഇവിടെ മൂന്നാമത്തെ സെൻറ്റൻസിൽ ഹാദ മൈദാനുൻ വാസ്യുൻ എന്ന് പറയുന്ന സമയത്ത് മൈദാൻ എന്ന് പറയുന്ന പദമാണ് അവിടെ മൻഊത്തായിട്ട് വരുന്നത്. വാസ്യുൻ എന്ന് പറയുന്ന പദം എന്താണ്? അവിടെ നാത്തായിരിക്കും അല്ലെ. വിശാലമായത് എന്ന് പറയുന്നതാണ് നാത്തായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ. ഇനി 14ാമത്തെ ചോദ്യം നോക്കൂ. അഇദ മുൽസഖൻ ബി മുനാസബത്തി യോമി ഹിരോഷിമ ലിദ്ദൽ ഹർബി, അതായത് അഇദ മുൽസഖൻ, നീ ഒരു പോസ്റ്റർ തയ്യാറാക്കുവാനാണ്. ബി മുനാസബത്തി യോമി ഹിരോഷിമ, ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ലിദ്ദൽ ഹർബി, യുദ്ധത്തിനെതിരായിക്കൊണ്ടുള്ള പോസ്റ്ററാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റർ തയ്യാറാക്കുവാനും അതിൽ നമ്മൾ എഴുതേണ്ട സെൻറ്റൻസുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങളൊരു ധാരണയോട് കൂടിയായിരിക്കണം പരീക്ഷ എഴുതുവാൻ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. 15ാമത്തെ ചോദ്യം നോക്കൂ. ലാഹിൽ അൽ ഇമാജിയാത്ത് വക്തുബ് മആനിഹ മിനൽ ഖൗസൈനി, അവിടെ കൊടുത്തിട്ടുള്ളതായി ഇമോജികൾ നോക്കിയിട്ട് അതിൻ്റെ ആശയങ്ങൾ എന്താണ് ആ ഒരു ഇമോജി സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ആ ഒരു ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള പദങ്ങൾ നോക്കൂ. ബാക്കിൻ അല്ലെ, കരയുന്നവൻ. ആലിബൻ, കോപിഷ്ടൻ അഥവാ ദേഷ്യം പിടിച്ചിട്ടുള്ളവൻ. മസ്റൂറൻ, സന്തോഷവാൻ. ഖായിഫുൻ, ഭയപ്പെട്ടവൻ എന്നാണ്, പേടിച്ചവൻ, അതാണ് ഖായിഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നാമത്തെ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്താണ്, ഒരു കോപിഷ്ടനായിട്ട് നിൽക്കുന്ന അല്ലെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു ഇമോജാണ്. ആ ഒരു സിമ്പലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും അതിലെ? ഓലിബ് എന്നാണ് പറയുക അല്ലേ. രണ്ടാമത്തേതാണെങ്കിൽ കരയുന്നതാണ്. അപ്പോൾ ഏതായിരിക്കും? ബാക്കിൻ എന്ന് പറയുന്നതാണ്. മൂന്നാമത്തേത് എന്താണ്? ഒരു ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു ഇമോജാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഖായിഫ് എന്നാണ് അവിടെ അതിനോട് യോജിച്ച് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. അജിബ് ലി സലാസത്തി അസ്ഇല, 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. അഥവാ അവിടെ കൊടുത്തിട്ടുള്ളതിൽ 3 മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്നാണ്. ബസുലഫി മദ്രസത്തിക്ക, നിന്റെ സ്കൂളിൽ എത്തി. അഹമ്മദ് റാസി എന്ന് പറയുന്ന ഖായിദു ഫരീഖ് കേരള അൽഫായിസ്, കേരള ടീമിൻ്റെ വിജയിച്ച കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ. ഫി മുബാറാത്തി സന്തോഷ് ട്രോഫി, സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിൽ വിജയിച്ച കേരള ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അഹമ്മദ് റാസി നിൻ്റെ സ്കൂളിലെത്തി എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ഇഫ്തിതാ ഹിനാദി അരിയാല, അതായത് സ്പോർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്. ഫഖാമ ഖായിദുൻ നാദി അരിയാല, അങ്ങനെ ആ ഒരു സ്പോർട്സ് ക്ലബിൻ്റെ ആ ക്യാപ്റ്റൻ എഴുന്നേറ്റു. ബി മുഖാബലത്തിൻ മാഹു, അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂ നടത്തുവാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റു എന്നാണ്. അപ്പോൾ ഒരു സ്പോർട്സ് ക്ലബിൻ്റെ ക്യാപ്റ്റനും അഹമ്മദ് റാസി എന്ന് പറയുന്ന കേരള ടീമിൻ്റെ ക്യാപ്റ്റനും തമ്മിൽ നടക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ. അഹ്ലയ്യ അഹമ്മദ് റാസി അല്ലേ, വെൽക്കം. യസുറു നാലക്ക അഖ്, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അഹമ്മദ് റാസി പറയാണ് അന ഐദൻ മസ്റൂറൻ ജിദ്ദൻ, ഞാനും വളരെ സന്തോഷവാനാണ് അല്ലേ. അന ഐദൻ മസ്റൂറൻ ജിദ്ദൻ, ഞാനും വളരെ സന്തോഷവാനാണ് എന്നാണ്.
ശേഷം ഖായിദു നാദി അരിയാല ആ സ്പോർട്സ് ക്ലബിൻ്റെ ക്യാപ്റ്റൻ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് അഹമ്മദ് റാസി പറയുന്ന ഉത്തരം എന്താണ്? അഹമ്മദ് റാസി ബിൻ മുഹമ്മദ് അൽത്താഫ് എന്നാണ്. അപ്പോൾ എന്തായിരിക്കും ആ ഒരു ക്യാപ്റ്റൻ ചോദിക്കുന്ന ചോദ്യം? മസ്മുക്കൽ കാമിൽ എന്നായിരിക്കും അല്ലെ? നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പേരെന്താണ്? മാ ഇസ്മുക്കൽ കാമിൽ, നിങ്ങളുടെ ഫുൾ നെയിം എന്താണ് എന്നാണ്. അപ്പോൾ അതിന് പറയുന്ന മറുപടി ആയിരിക്കും അഹമ്മദ് റാസി ബിൻ മുഹമ്മദ് അൽത്താഫ് എന്ന് പറയുന്നത് കേട്ടോ. ഖായിദ് നാദിയ റിയാല, വീണ്ടും സ്പോർട്സ് ക്ലബിൻ്റെ ക്യാപ്റ്റൻ ചോദിക്കുകയാണ് ഐന ദറസ്ത, നിങ്ങൾ എവിടെയാണ് പഠിച്ചത് എന്നാണ്. അഹമ്മദ് റാസി പറയുന്ന മറുപടി എന്തായിരിക്കും? ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ, ഗവൺമെൻറ് സ്കൂളിലാണ്. ബി എറണാകുളം എന്നോ അല്ലെങ്കിൽ ബി കാലിക്കൂത്ത് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ കൊടുക്കാം കേട്ടോ. കോഴിക്കോട്ടിലെ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എന്ന് പറയാം. ഖായിദ് നാദിയ റിയാല, വീണ്ടും സ്പോർട്സ് ക്ലബിൻ്റെ ക്യാപ്റ്റൻ ചോദിക്കുകയാണ് കം മറത്തിൽ ലഅബ്ത ഫീ ഫരീഖ് കേരള, കേരള ടീമിൽ നിങ്ങൾ എത്ര തവണ കളിച്ചിട്ടുണ്ട് എന്നാണ്. എന്തായിരിക്കും മറുപടി പറയുന്നത്? സലാസു മറാത്തിൽ എന്നോ അല്ലെങ്കിൽ അർബൗ മറാത്തിൽ എന്നോ അല്ലെ 3-4 തവണ എന്നൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഉത്തരമായിട്ട് എഴുതാം കേട്ടോ. 3 തവണയാണെങ്കിൽ സലാസു മറാത്ത് എന്ന് എഴുതാം. 4 എന്നാണെങ്കിൽ അർബൗ മറാത്ത്. അങ്ങനെ ഓരോ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ ഖായിദു നാദിയ റിയാല, അദ്ദേഹം എന്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് പറയുന്ന മറുപടി എന്താണ്? ലഅബ് കുറത്തിൽ കദം, അതായത് ഫുട്ബോൾ കളിക്കുവാൻ എന്നാണ്, ഫുട്ബോൾ കളി എന്നാണ്. ഇതായിരിക്കും അവിടെ ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അയ്യു ലാബിൻ തുഫല്ലിലു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അയ്യു ലാബിൻ തുഹിബ്, നിങ്ങൾ ഏത് ഗെയിമാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പം ലാബ് കുറത്തിൽ കഥം അല്ലെ ഫുട്ബോളാണ് എന്ന് പറയാൻ പറ്റും. അപ്പോഴെന്താണ് ആ ഒരു ക്ലബിൻ്റെ ക്യാപ്റ്റൻ ശുക്രനി അഹമ്മദ് റാസി അല്ലെ അദ്ദേഹത്തിന് താങ്ക് യു, നന്ദി പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾക്ക് ആ ഒരു മുക്കാബല അവിടെ ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരികയാണ് എങ്കിൽ, നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെയാണ് അല്ലെങ്കിൽ വേറെ കോൺവെർസേഷനൊക്കെ ആണ് എങ്കിൽ അവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. അതിനോട് യോജിച്ച രീതിയിലായിരിക്കണം നിങ്ങൾ അവിടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടതും. അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഉത്തരമായിട്ടുള്ള ഭാഗമാവും നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അത് നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഉത്തരം എഴുതുവാൻ വേണ്ടിയിട്ട് കേട്ടോ. 17ാമത്തെ ചോദ്യം നോക്കൂ. നുലാഹിദ് സൂറ വനുഇദ് മുദക്കിറത്തൻ ലിദ്ദൽ ഹർബി ബി മുസാഅദത്തിൻ നിഖാത്തി താലിയ, അതായത് നുലാഹിദ് സൂറ അവിടെ കൊടുത്തിട്ടുള്ള ചിത്രം നോക്കിയിട്ട് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം എന്നാണ്. ലിദ്ദൽ ഹർബി, യുദ്ധത്തിനെതിരിലുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കാം. ബി മുസാഅദത്തിൻ നിഖാത്തി താലിയ, താഴെ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സുകളുടെ സഹായത്തോട് കൂടിയിട്ട് എന്നാണ്. നിഖാത്ത് എന്ന് പറഞ്ഞാൽ പോയിൻറ്റുകൾ എന്നാണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള പോയിൻറ്റുകൾ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ ഒരു കുറിപ്പ് തയ്യാറാക്കുവാൻ അല്ലേ. അപ്പോൾ അവിടെ ആ ഒരു സെൻറ്റൻസ് തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയാണെന്ന് നോക്കൂ. അൽ ഹർബ് തുസബ്ബിബ് കസീറു മിനദ് ദമാരി വൽ ഖസാഇരി അലൽ അർളി, യുദ്ധം എന്ന് പറയുന്നത് തുസബ്ബിബു അത് കാരണമായി തീരുന്നുണ്ട്. അൽ കസീറു മിനദ് ദിമാർ ധാരാളം തകർച്ചകൾക്ക് അല്ലേ. വൽ ഖസാഇരി അതുപോലെ തന്നെ നഷ്ടങ്ങൾക്ക്, നാശനഷ്ടങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നുണ്ട്. അലൽ അർളി എന്താണ്? ഭൂമിയിൽ എന്നാണ്. അടുത്തൊരു പോയിൻ്റായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് അൽ അത്ഫാൽ വൻ നിസ എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കവിടെ എന്തൊരു സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും? അക്സറു ഫറാഇസുൽ ഹർബി അൽ അത്ഫാൽ വൻ നിസ എന്ന് എഴുതാം. അക്സറു ഫറാഇസുൽ ഹർബ്, യുദ്ധത്തിലെ ഇരകളിൽ കൂടുതലും ആരാണ്? കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളുമാകുന്നു അല്ലേ. അതുപോലെ തന്നെ നൊളിഉ ബിൽ ഹർബി അൽ മാലു വൽ അംനു വസ്സലാം, യുദ്ധത്തിലൂടെ നമുക്ക് സമ്പത്തും സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ നഷ്ടപ്പെടുന്നു എന്നാണ്. വബിദാലിക, അതുകൊണ്ട് തന്നെ ലാ യസ്തഖിറുസ്സലാമു മഅൽ ഹർബി, യുദ്ധത്തോടൊപ്പം തന്നെ സമാധാനം നിലനിൽക്കുകയില്ല എന്നാണ്. ഹയ്യ, നിങ്ങൾ വരൂ, നഅമലു ദിദ്ദൽ ഹർബ്, നമുക്ക് യുദ്ധത്തിനെതിരെ പ്രവർത്തിക്കാം എന്നാണ്. ഈ ചുരുങ്ങിയ രൂപത്തിലേക്ക് നിങ്ങൾക്ക് ആ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾ എഴുതുന്ന സമയത്ത് മാർക്ക് നോക്കിയിട്ട് വേണം എഴുതുവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി 18ാമത്തെ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. റത്തിബ് അൽ മലാഅത്തി വൽ അഖ്വാൽ അലീമ, താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു വാക്കുകളെ നിങ്ങൾ റത്തിബ് എന്ന് പറഞ്ഞാൽ ഓർഡർ ആക്കുവാനാണ്, ക്രമീകരിക്കുവാനാണ്. അപ്പോൾ അത് ക്രമീകരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു അർത്ഥമുള്ള സെൻറ്റൻസ് ആക്കിയിട്ട് അതിനെ മാറ്റാണ് വേണ്ടത്. മനസ്സിലായല്ലോ. ഡിസോർഡർ ആക്കി കൊടുത്തിട്ടുള്ളതിന് നമ്മൾ ഓർഡർ ആക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്.
يرجى في ساحة المدرسة من جميع الطلاب الحضور لطابور الصباح سرعة. അതാണ് അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു വാക്കുകൾ അല്ലേ. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഓർഡർ ആക്കേണ്ടത്? യുർജ മിൻ ജമീ തുല്ലാബ് അല്ലേ, യുർജ മിൻ ജമീ തുല്ലാബി അൽ ഹുദൂറു ഫി സാഹത്തിൽ മദ്രസ ലിതോബൂരി സ്വബാഹി സുറാത്തൻ. ആ രൂപത്തിലാണ് എഴുതേണ്ടത്. യുർജ മിൻ ജമീഇ തുല്ലാബി അൽ ഹുദൂറു ഫി സാഹത്തിൽ മദ്രസ ലിതോബൂരി സ്വബാഹി സുറാത്തൻ. കേട്ടോ, മനസ്സിലായില്ലേ? ഇനി ഈ രൂപത്തിലും പറയാം. യുർജ മിൻ ജമീഇ തുല്ലാബി അൽ ഹുദൂർ ഫി സാഹത്തിൽ മദ്രസ സുറഅതൻ ലിതോബൂരി സ്വബാഹ്. ആ രൂപത്തിൽ നമുക്ക് ആ സെൻറ്റൻസ് പറയാം. രണ്ട് രൂപത്തിൽ പറഞ്ഞാലും അത് ശരിയായിരിക്കും. അടുത്ത് നോക്കൂ. യുർജ ഖബ്ല സാഅത്തിൽ ആഷിറ മിനൽ ഔലാദി സ്വബാഹ കുല്ലി യൗമിൻ അൽ വുസൂൽ ഇലാൽ മദ്രസ. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അതിന് നമുക്ക് എങ്ങനെ ഓർഡർ ആക്കാൻ പറ്റും? യുർജ മിനൽ ഔലാദി അൽ വുസൂൽ ഇലൽ മദ്രസത്തി സ്വബാഹ കുല്ലി യൗമിൻ ഖബ്ല സാഅത്തിൽ ആഷിറ. അടുത്ത് നോക്കൂ. അൽ അഖിലു ഫി അസ്സലീമു അസ്സലീമി അൽ ജിസ്മി എന്നാണ്. അൽ അഖിലു സലീമു ഫിൽ ജിസ്മി സലീം എന്നാണ് വരിക അല്ലേ. അസ്വിഹത്തു മിനല്ലാ ഹിയ അലീമത്തു നിഅമ. അതാണ് എങ്ങനെയായിരിക്കും അതിനെ ഓർഡർ ആക്കേണ്ടത്? അസ്വിഹത്തു ഹിയ നിഅമത്തുൻ അലീമത്തുൻ മിനല്ലാ എന്നാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇഖ്റ തഖ്രീറ വക്മിലിൽ ബർനാമിജ്. നീ അവിടെ കൊടുത്തിട്ടുള്ള തഖ്രീർ റിപ്പോർട്ട് വായിക്കുവാനാണ്. എന്നിട്ട് വക്മിൽ നീ പൂർത്തിയാക്കണം അൽ ബർനാമിജ് പ്രോഗ്രാം ലിസ്റ്റ് പൂർത്തിയാക്കുവാനാണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളതൊരു പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. ജറത്ത് ഹഫ്ലത്തുൻ ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ അൽ ആലിയ ലിതൗഇയത്തി ദാരിസിൻ ലിദൽ മുഖദ്ദിറാത്ത്. ജറത്ത് നടന്നു, ഹഫ്ലത്തുൻ ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ ആലിയ അതായത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പ്രോഗ്രാം നടന്നു. ലിതൗഇയത്തി ദാരിസീൻ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയിട്ട് ലിദൽ മുഖദ്ദിറാത്തി ലഹരിക്കെതിരിൽ എന്നാണ്. അങ്ങനെ ഇഫ്തതഹ ആ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഉളുവുൽ മജ്ലിസ് തശ്രീഇ. ആരാണ്? MLA ആണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. അൽ ഹഫ്ലത തഹ്ത റിയാസത്തി റഈസുൽ മജ്ലിസിൽ ഖറവി. അതിൽ അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ. അൽക മുഅല്ലഫ് ഷുർത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഖുതുബത്ത് തൗഇയ അദ്ദേഹം ഒരു ബോധവൽക്കരണ പ്രസംഗം നടത്തി എന്നാണ്. ബയ്യന ഫി ഖുതുബത്തിഹി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി അഖ്താറുൽ മുഖദ്ദിറാത്തി ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കി. അൽക റഈസു ജംഇയ്യത്തുൽ മുദർരിസീന വൽ ഔസിയ അതായത് PTA പ്രസിഡന്റ് ഉളുവുൽ മജ്ലിസിൽ ഖറവി അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗം അവരെല്ലാവരും തന്നെ കെലിമാത്ത് തഹാനി ആ ഒരു പ്രോഗ്രാമിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു എന്നാണ്. അൽഖാ നാദിറുൽ മദ്രസ കെലിമത്ത് തർഹീബ് അതുപോലെ തന്നെ സ്കൂളിൻ്റെ HM അദ്ദേഹം അതിൽ സ്വാഗതം പറഞ്ഞു. വഅദ്ദ അമീനുൽ ലജ്നത്തുൽ മുദർരിസീൻ കലിമത്ത് ശുക്ർ സ്റ്റാഫ് സെക്രട്ടറി നന്ദി പറയുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഇതാണ് ആ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ. കെലിമത്ത് തർഹീബ് അല്ലെ, ആരാണ് സ്വാഗതം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നാദിറുൽ മദ്രസയാണ് അല്ലെ, സ്കൂളിലെ HM ആണ് പറഞ്ഞത്. റിയാസ അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? റഈസുൽ മജ്ലിസിൽ ഖറവി അല്ലെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് MLA എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ഉദ്ഘാടനമാണ് MLA നിർവഹിച്ചത്. അപ്പോൾ അവിടെ എന്താണ് കൊടുക്കുക? അൽ ഇഫ്തിതാഹ് എന്നാണ് കൊടുക്കുക കേട്ടോ. എന്താണ് കൊടുക്കേണ്ടത്? അൽ ഇഫ്തിതാഹ്. ഉദ്ഘാടനം നിർവഹിച്ചത് MLA ആണല്ലോ. അടുത്തതായിട്ട് മുഅല്ലഫ് ഷുർത്ത പോലീസ് ഉദ്യോഗസ്ഥനാണല്ലേ. അദ്ദേഹം എന്താണ് നടത്തിയത്? ഖുതുബത്തു തൗഇയ എന്താണ് ആ ഒരു ബോധവൽക്കരണ പ്രസംഗം. ഖുതുബത്തു തൗഇയ എന്ന് എഴുതാം അല്ലേ. അതാരാണ് നടത്തിയത്? പോലീസ് ഉദ്യോഗസ്ഥനാണ്. കലിമാത്തു തഹാനി ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് ആരെല്ലാമായിരുന്നു? ഒന്ന് റഈസുൽ ജംഇയ്യത്തുൽ മുദർരിസീന വൽ ഔസിയ അതുപോലെ തന്നെ ഉളുവുൽ മജ്ലിസിൽ ഖറവി. ഇവ രണ്ട് പേരുമാണ് അതിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചത്. പിന്നീട് കലിമത്ത് ശുക്റാണ്. അതാരായിരുന്നു? അമീനുൽ ലജ്നത്തുൽ മുദർരിസീൻ ഇല്ല, സ്റ്റാഫ് സെക്രട്ടറി ആണ് അതിൽ നന്ദി പറഞ്ഞത്. അപ്പോൾ ഈ രൂപത്തിലാണ് ഒരു പ്രോഗ്രാം നോട്ടീസ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്.
മക്കളെ, അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ രൂപത്തിൽ ചോദ്യം വരികയാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഉദ്ഘാടനം നിർവഹിക്കുക, അതുപോലെ തന്നെ അധ്യക്ഷത വഹിക്കുക, അതുപോലെ സ്വാഗതം പറയുക, നന്ദി പറയുക, ആശംസ അർപ്പിക്കുക, ഇതിനൊക്കെ എന്താണ് നമ്മൾ അറബിയിൽ പറയുന്നത് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി ടീച്ചർ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പരീക്ഷയ്ക്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും പരീക്ഷ എളുപ്പമായി തീരട്ടെ എന്ന് ടീച്ചർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.